വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി ലാസ്റ്റ് വീക്സിൽ മാർക്കറ്റിലെ ബ്രേക്ക് ഡൗൺസ് എന്താണെന്നുള്ളത്. ബ്രേക്ക് ഡൗൺസ് മീൻസ് നമ്മൾ ലാസ്റ്റ് വീക്സിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതുപോലെ തന്നെ പ്രോപ്പർലി സ്റ്റോക്സിൽ നമ്മൾ എടുത്തേക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റം ടോട്ടലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 8%, 4000 പോയിന്റ്സിൻ്റെ മൂവ്മെൻ്റാണ് മാർക്കറ്റ് എന്നുള്ളത്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നവംബർ 19th വീക്കിലെ നിങ്ങൾക്ക് അനാലിസിസ് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസും ഇങ്ങോട്ട് മാർക്കറ്റ് വരാനുള്ള കാരണങ്ങളും അതിനുള്ളിലുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്സിൽ എന്ത് സംഭവിച്ചു. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ December 2 അല്ലേ, December 2 മൺഡേ. അതുമുതൽ ഈ പറയുന്ന ദിവസം വരെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, December 6 വരെ എന്താണ് നടന്നിട്ടുള്ളത്, അതിൻ്റെ ഒപ്പം നമ്മളവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ആണ് നമ്മളിന്ന് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്. സോ അതിന് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. സോ ടെലിഗ്രാമിൽ നമ്മൾ പ്രോപ്പർലി സെക്കൻഡിന് നമ്മൾ എല്ലാ ദിവസം പോലെ തന്നെ രാവിലെ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സ് ഇട്ടു. വീക്കിലി അനാലിസിസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതായിരുന്നു നമ്മളുടെ പ്ലാൻ, തിങ്കളാഴ്ചത്തെ പ്ലാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഓൾറെഡി എന്ത് ചെയ്തു, പ്രോപ്പർലി താഴേക്ക് നമ്മൾ ഈ ഒരു കണ്ടീഷൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് മാർക്കറ്റ് വന്നു. LTF ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കൂടുതൽ നോക്കിയിട്ടുണ്ടത് അപ്പ് സൈഡിലേക്കാണ് മാർക്കറ്റ് എങ്കിലും ഡൗൺ സൈഡിലേക്കുള്ള റിസ്ക് എൻട്രീസ് നമ്മൾ നോർമലി പ്ലോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ ട്രേഡ്സ് വേണം അല്ലേ. അപ്പോൾ റിസ്ക് എൻട്രി പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം പ്രോപ്പർലി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ള റീസൺ ഉണ്ടോ. സോ അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ ഇവിടെ പ്രോപ്പർലി നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ കേസിൽ രണ്ടും നല്ലൊരു റേഞ്ച് ആയിരുന്നു. സോ ക്ലിയർ റേഞ്ചാണ്. സോ ട്രയാങ്കിൾ ഫോർമേഷനാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 minutes ഇതായിരുന്നു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ആ ഒരു സോണിൽ കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ എൻട്രി കയറിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഇട്ടിട്ടുള്ള എൻട്രി. നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എടുത്തിട്ട് 1 മണിക്കൂറോളമായി അല്ലേ. ഓക്കെ, 12:45 എടുത്ത ട്രേഡ് സ്റ്റിൽ 1:51 കൺസോളിഡേഷൻ സ്റ്റേജിലായതുകൊണ്ട് തന്നെ സപ്ലൈ സോൺ ഒട്ടും സ്ട്രോങ് അല്ല അല്ലേ. അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് എൻട്രി നമ്മൾ ഇനി ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളത് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ട്രേഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ കൺഫർമേഷൻസ് കാര്യങ്ങൾ നോക്കിയെങ്കിലും വേറെ ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പർലി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്നില്ല. സോ അടുത്ത ദിവസം നെക്സ്റ്റ് തേർഡ് ഡേ വന്നു, December 3 ആയിരുന്നു. അടുത്ത ദിവസം നമ്മൾ പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രോപ്പർലി നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. ഇതൊക്കെ റിസ്ക് എൻട്രി ആണ്, ഡൗൺ സൈഡിലേക്കുള്ള LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡ്. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി ബാങ്ക് നിഫ്റ്റി ഹൈ ടൈം ഫ്രെയിം പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒപ്പം നമ്മൾ റിലയൻസിൽ ഒരു എൻട്രി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വിങ്ങിൽ റിലയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അത് ടാർഗറ്റ് സ്റ്റോൺ നിയർ ടാർഗറ്റ് സ്റ്റോൺ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കി അറിയാം. നമ്മൾ 22-നാണ് റിലയൻസിൻ്റെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 8% മൂവ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല, ടാർഗറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. ആക്സസും അതേപോലെ സെക്കൻഡ് പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ICICയും അതുപോലെ തന്നെ പ്രോപ്പർലി ഒരു റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊന്നും പ്രോഫിറ്റ് ബുക്കിംഗ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ടാറ്റ സ്റ്റീൽ നമ്മൾ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ടാറ്റ സ്റ്റീൽ ഏകദേശം ഒരു 7% മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ December 3 നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ ഈ ഒരു ഡൗൺ സൈഡ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ അപ്പ് സൈഡ് ആണ്. സോ ഇവിടെ നിന്ന് എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 minute സ്റ്റിൽ ബുള്ളിഷ്. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, പ്രോപ്പർലി ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ്സ് പ്രോപ്പർലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എഗെയിൻ കണ്ടീഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. സോ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് എന്താണ് കൺഫർമേഷൻ. നമ്മളിവിടെ മെയിൻലി നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് ഹൈ ടൈം ഫ്രെയിം പ്ലാൻ. ഇതാണ് നമ്മുടെ ഹൈ ടൈം ഫ്രെയിമിൽ 15 minute കണ്ടീഷനിലുള്ള പ്ലാൻ. സോ ഇതിലേക്ക് നമുക്ക് ലോ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻ മസ്റ്റായിട്ടും ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി മാർക്കറ്റിൽ ലോ ടൈം ഫ്രെയിമിൽ ഒരു സിനാരിയോ ഇവിടെ കാണാം. കണ്ടോ, പ്രോപ്പർലി മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. സോ എത്ര പേര് ഈ എൻട്രിയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടോ. ഇതായിരുന്നു നമ്മൾ എൻട്രി മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു,
പ്രോപ്പർലി കൺഫർമേഷൻ ഡൗൺ സൈഡ്. സോ ഇതിൽ എത്ര പേര് കയറിയിട്ടുണ്ടാകുന്ന നോക്കിയാൽ മെജോറിറ്റി 37% ആളുകളും കൺഫർമേഷൻ എൻട്രി നോക്കിയിട്ടുണ്ടെങ്കിൽ 63% ആളുകൾക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ നമ്മൾ നോക്കിയത് എന്താണ്, കണ്ടിന്യൂഷൻ. നമ്മൾ ഈ ഒരു പ്ലാനിലേക്കുള്ള കണ്ടിന്യൂഷൻ ട്രേഡാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മാർക്കറ്റ് എന്താണ്, സ്റ്റിൽ വേറെ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡ് ചെയ്ത സമയത്ത് നമ്മളവിടെ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പ്ലാൻസ് ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫോർത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി നമുക്ക് എന്താണ്, നമ്മളുടെ റിലയൻസ് ക്ലിയർ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് പറഞ്ഞു. അതേപോലെ ICC ക്ലിയർ ടാർഗറ്റ് സോണിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ICC ആക്സസ് ഒന്നും നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ എഗെയിൻ അടുത്തൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രേഡ് പ്ലാൻ ആണ്. നമ്മൾ കൺഫർമേഷൻ എടുത്ത് ഡൗൺ സൈഡ്, അതൊക്കെ റിസ്ക് എൻട്രി ആണ്, കൺഫർമേഷൻ എൻട്രീസ് അല്ല, അപ്പ് സൈഡിലേക്കാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി. സോ ഈ ഒരു എൻട്രി എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു എൻട്രി മാത്രം പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല. സോ എന്തുകൊണ്ടാണ് ആ എൻട്രി, ബാങ്ക് നിഫ്റ്റി എൻട്രി പ്ലാൻ എന്താണ്, പ്രൈസ് എന്ത് ചെയ്തു, സപ്ലൈ സോണിലാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് എൻട്രി ആണ്, മനസ്സിലായോ? ഇക്വിലിബ്രിയം സോണിലേക്കാണ് നമ്മൾ ഈ ഒരു ബുൾ ബാക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതൊരു റിസ്ക് എൻട്രി ആയിരുന്നു എന്നുള്ളത് പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നിങ്ങളുടെ എന്ത് ചെയ്യണം, ലോസ് നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം, അല്ലേ, കുറക്കണം. സോ ഇവിടെ പ്രോപ്പർലി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് പ്രീമിയം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോപ്പർലി നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താണ്, അടുത്തൊരു സ്റ്റെപ്പ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർലി നിങ്ങൾ എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകണോ അതെല്ലാം തന്നെ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോപ്പർലി എന്താണ് ആ ഒരു ട്രേഡ് റിവ്യൂ ചെയ്തു, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെ കൺഫർമേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, റിവഞ്ച് ട്രേഡ് ഒഴിവാക്കുക, ഇതൊക്കെ എല്ലാം നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ ഡിസിപ്ലിൻഡ് ആവാനുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ബ്രീത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രോപ്പർലി ഉള്ള സെറ്റപ്പിലേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർലി നിങ്ങളുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രോപ്പർലി ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ മുമ്പോട്ട് പോകാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഫോർത്തിൽ. അതിനുശേഷം നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ല, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഡേ നമുക്കൊരു നല്ല എൻട്രി, അഗെയിൻ സെക്കൻഡ് ഡേ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഫിഫ്ത്തിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് സിറ്റുവേഷൻ, ഇതായിരുന്നു നമ്മൾ പ്രോപ്പർലി പറഞ്ഞ പ്ലാൻ. സോ മാർക്കറ്റ് ആ ഒരു സോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. LTF കൺഫർമേഷൻ ആണ് നമ്മൾ നോക്കിയത്, ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തു, മാർക്കറ്റ് കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. സോ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രോപ്പർ പ്ലാൻ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു 53,138 നിന്ന് 53,500 നമ്മൾ പ്രോപ്പർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അഗെയിൻ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോപ്പർലി ഈ ഒരു സോണിൽ നിന്ന് ഹ്യൂജ് മൊമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കി അറിയാം, കണ്ടോ? ഇതായിരുന്നു നമ്മൾ പറഞ്ഞ പ്രോപ്പർ പ്ലാൻ. നല്ലൊരു എൻട്രി നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി, കുറച്ചും കൂടി അഗ്രസീവ് കണ്ടീഷനിലാണ് നമ്മൾ ഞാൻ നോർമലി ചെയ്യുന്നത്, കുറച്ചും കൂടി അഡ്വാൻസ് ബേസ്ഡ് SMC ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോപ്പർലി ഒരു സ്ട്രക്ചർ ബേസ് കേസാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻട്രി മോഡൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 900 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ടോട്ടലി മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, പ്രോപ്പർലി നമ്മളിവിടെ ആ ഒരു സോണിൽ എത്തിയ സമയത്ത് കൺഫർമേഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻ സോൺ, ഇതായിരുന്നു കൺഫർമേഷൻ സോൺ. പക്ഷേ മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ടാണ് ഇവിടുന്ന് പുഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ കുറച്ചും കൂടി ടൈപ്പ് 2 കണ്ടീഷനൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്കിവിടെ ആഫ്റ്റർ കൺഫർമേഷൻ മാർക്കറ്റ് ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ പോൾ എല്ലാത്തിനും നമ്മൾ പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ 21% ആളുകളാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്ലാനിലേക്ക്. ബാക്കി 79% ആളുകളും ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷേ ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. കാരണം പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? റീടെസ്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കാരണം, റീസൺസ് എല്ലാം തന്നെ ഇവിടെ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ഇല്ല, കണ്ടോ? ഇവിടെ നിങ്ങൾ അതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെജോറിറ്റി മെമ്പേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രോപ്പർലി ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് കൺഫർമേഷൻ സോണിൽ നമ്മളെ എൻട്രി സോണിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തു. നല്ലൊരു തീരുമാനം തന്നെയാണത്, മനസ്സിലായോ? സോ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ മാർക്കറ്റിൽ. എഗെയിൻ എന്ത് ചെയ്തു, പ്രോപ്പർലി നമ്മൾ അടുത്തൊരു സെറ്റപ്പിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 6th നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി
നമ്മളുടെ എല്ലാ സ്റ്റോക്കുകളും തന്നെ ടാർഗറ്റ് സോണിന് അടുത്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആക്സസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പ്രോപ്പർലി ICICI എക്സിറ്റ് ചെയ്തു. ഇതൊക്കെ ജസ്റ്റ് 10 to 12 ഡേയ്സിൽ മാർക്കറ്റ് മാക്സിമം 15 ഡേയ്സ്, ഇത് 11 ഡേയ്സിൻ്റെ ടാർഗറ്റാണ് നിങ്ങൾ കാണുന്നത് സ്വിങ്ങിൻ്റെ. സോ ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് സോണിലെത്തി. നമ്മൾ ഓൾറെഡി ക്ലിയർ TP പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ പറഞ്ഞു, സ്റ്റാറ്റസ്റ്റിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ എൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അനാലിസിസ് മാത്രമാണ്. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ പറഞ്ഞ് നിങ്ങളിവിടെ എൻട്രി കയറുക, ഞാൻ എന്താണ് ചെയ്യുന്നത് അത് ഞാൻ പബ്ലിക്കിലേക്ക് കാണിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കി പ്രോപ്പർലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ട്രേഡ്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന 6th നമ്മൾ ട്രേഡ് എടുക്കാത്തത്? പ്രോപ്പർലി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെയിൻലി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളൊരു ട്രേഡ് ചെയ്യണത്. ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. എന്താണ്? നമ്മൾ മെയിനായിട്ട് ന്യൂസ് മാർക്കറ്റിനെ മാക്സിമം എന്ത് ചെയ്യാം, ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? കാരണം നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി ആ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ഡേ തന്നെ ഞാനതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ പറയുന്ന നാളത്തെ ദിവസത്തിലേക്കുള്ള പ്ലാൻ ഫോർ ടുമാറോ മാർക്കറ്റ് ബിഹേവിയർ എന്താണെന്നുള്ളത് പഠിക്കുക, അനലൈസ് ചെയ്യുക. അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. കാരണം എന്താ, മാർക്കറ്റ് മൂവ് ചെയ്യണത് ന്യൂസിൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സോ അതൊരിക്കലും നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നോർമലി ഞാൻ ട്രേഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലും ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ലാസ്റ്റ് വീക്സിൽ നമുക്ക് നടന്നിട്ടുണ്ടായ ബ്രേക്ക് ഡൗൺസ് എന്ന് പറഞ്ഞാൽ. സോ ഇനി നമുക്ക് കംപ്ലീറ്റ് അനാലിസിസ് മാറ്റാം. ഓക്കെ, മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി സപ്ലൈയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. യെസ്, വീക്ക്ലി സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കേണ്ടത് എന്താ? അപ്പോൾ വീക്ക്ലി പ്ലാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, അപ്സൈഡിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടൊക്കെയാണ് പോന്നിട്ടുള്ളത് പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ സ്റ്റിൽ നമുക്ക് ഡെയിലിയിലേക്ക് വരാം. ഡെയിലിയിൽ പ്രോപ്പർലി നോക്കാമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻറ്റേർണൽ ഷിഫ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ കാണാൻ വേണ്ടി പറ്റും. സോ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്, സ്ട്രോങ് ആണ്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ലെവൽ. ഞാൻ നെക്സ്റ്റ് ഒരു ലെവൽ പറയുന്നത് ഈ ഒരു ഹൈ തന്നെ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ളത്. ഈ ഒരു സപ്ലൈന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ എഗെയിൻ കണ്ടിന്യൂഷൻ തന്നെ ആവും. സോ അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ നോക്കാവുന്നതാണ്. സോ 1 അവറിലേക്ക് നോക്കാം നമുക്ക് സ്ട്രക്ചറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. പ്രോപ്പർലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാം. സോ 1 അവറിലെ മേജർ ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക ഈ ഒരു ലെവലാണ്. സോ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈ ലെവലാണ് കേട്ടോ. സോ ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്കുള്ള ഒരു ബെയറിഷ് വ്യൂ നിങ്ങൾ നോക്കിയാൽ മതി. അതുവരെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഇതാണ് പ്ലാൻ. സോ ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് പ്ലാൻ ഇതാണ്. 15 മിനിറ്റിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നത് സിമിലർ ആണെന്ന് തോന്നുന്നു. യെസ്, 15 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാലും ഫൈൻ. സോ ഇവിടെ പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഹ്യൂജ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണില്ല എന്നല്ല, സ്ട്രക്ചറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. 700 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലുള്ള ഈ ഒരു സ്ട്രക്ചറിനെ കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഒരു ബൈ ലെവൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 5 മിനിറ്റ്സിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാവുന്നതാണ്. സോ ഈ ഒരു ഹൈനെ മാർക്കറ്റ് ടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ ട്രേഡ് നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് പോകും. അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മേ ബി മാർക്കറ്റ് ഇവിടെ ആയിരിക്കാം ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾ അപ്സൈഡ് മൊമെൻറ്റം മാത്രം വർക്കൗട്ട് ചെയ്യാം. മാർക്കറ്റ് ചിലപ്പോൾ ഈ ലോവർ ലോ, ലോ ഹൈ, ലോ ഹൈ ഈ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ പ്ലാൻ അപ്സൈഡിലേക്കാണ്. സോ അങ്ങോട്ടേക്ക് മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഈ ഒരു ലെവൽ വരെ നിങ്ങൾ നോക്കാം. ഈ ലെവലിന് താഴെ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. മനസ്സിലായോ? ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. പക്ഷേ സ്റ്റിൽ ഹൈ ടൈം ഫ്രെയിം ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. സോ മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സോ ആ ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം.
സോ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ലോ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പ് സൈഡിലേക്ക് നോക്കാം. സോ എഗെയിൻസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലെവലിന് ലോ ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ലോ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ഫോർമേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇത് എപ്പോഴാണോ ഒരു ബുള്ളിഷ് സിനാരിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സിനാരിയോയിൽ നിങ്ങൾ പ്ലാൻ വർക്കൗട്ട് ചെയ്യുക. പ്രോപ്പർലി നമ്മൾ എന്താണോ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ്സ് ഞാൻ ടെലിഗ്രാമിൽ നമ്മളെടുക്കുന്ന എൻട്രി വരെ നമ്മൾ പ്രോപ്പർലി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, നിങ്ങളവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെ റിവ്യൂ ചെയ്യണം, എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പ്രീവിയസ് നമ്മളുടെ അപ്ഡേറ്റ്സ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എൻട്രി റീസൺ എല്ലാം തന്നെ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ് ഔട്ട് ചെയ്യാതെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ, ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ എക്സിക്യൂട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ റീസൺ വെച്ച് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരിക്കലും ഒരാളും വിചാരിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള പ്ലാൻസും എക്സിക്യൂഷൻസ് എല്ലാം ഞാൻ ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിനി നിഫ്റ്റിയുടെ സിറ്റുവേഷനിലേക്ക് വരാം. സോ നിഫ്റ്റി, സോ ഇവിടെ ഞാൻ വേറൊരു കേസ് പറയാം. ഞാൻ ഫ്യൂച്ചേഴ്സാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. പ്രോപ്പർലി മാർക്കറ്റിലെ പ്രസൻസ് അല്ലെങ്കിൽ മാർക്കറ്റിലെ ട്രേഡ്സ് എക്സിക്യൂഷൻ എല്ലാം പ്രോപ്പർലി വരുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. ലിക്വിഡിറ്റി ഗ്രാബ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്ന ഫ്യൂച്ചേഴ്സിലാണ്. സോ പ്രീമിയത്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടി മാത്രമായിരിക്കണം ഇൻഡെക്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിൻ്റെ സ്ട്രക്ചറിനെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്യൂച്ചേഴ്സിൻ്റെ അനാലിസിസ് പ്രോപ്പർലി പറയുന്നത്. ഓക്കെ, ഡെയിലി നോക്കുന്ന സമയത്ത് നമ്മളുടെ നിഫ്റ്റിയുടെ കേസിൽ ഡെയിലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു റിവേഴ്സൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഡെയിലി ഹോൾഡ് ചെയ്യുന്നത് ആരാ? ഡിമാൻഡാണ്. ഓക്കെ, സോ അതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യാം, പ്രോപ്പർലി ഇൻട്രാഡേ പ്ലാൻസിലേക്ക് വരാം. ഓക്കെ, സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പറായിട്ടൊരു ഡിമാൻഡ് സോൺ കാണാം. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് എന്താ? 15 മിനിറ്റിലേക്ക് വരാം. സോ ബുള്ളിഷാണ് അല്ലേ? ഹൈ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്, 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ ബുള്ളിഷാണ്. ഇവ രണ്ടും സെയിം ലെവലിലാണ്. സോ നിങ്ങൾ ബെയറിഷ് ആയിട്ടുള്ളൊരു വ്യൂ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ലെവലിൽ താഴെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്കുള്ളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ നമുക്ക് കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. സോ ഈ ലെവൽസിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലിക്വിഡിറ്റി സോൺ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഈ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. സോ ഇത് ഒറ്റ ക്യാൻഡിൽ ഇങ്ങോട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എന്ത് വേണം? പ്രോപ്പർലി മാർക്കറ്റ് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യും. സോ ലോ ടൈം ഫ്രെയിം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതാണ് നമ്മളുടെ പ്ലാൻ. ഇവിടെ ഡൗൺ സൈഡിലേക്കുള്ള എല്ലാ ട്രേഡ്സും തന്നെ റിസ്ക് എൻട്രീസ് ആണ്. നിങ്ങൾ പ്രോപ്പർലി ഫോളോ ചെയ്യേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മൂവ് ചെയ്യുന്നത്. ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. ഡൗൺ സൈഡിലേക്കുള്ള റിസ്ക് എൻട്രീസ് ആണ്. സോ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ റിസ്കിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർലി ലോ ടൈം ഫ്രെയിം ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഗ്രാഫാണ് ബുള്ളിഷ് ആയിട്ടുള്ള സിനാരിയോ തന്നെയാണ് ലോ ടൈം ഫ്രെയിം സ്റ്റിൽ നിൽക്കുന്നത്. ഞാൻ 5 മിനിറ്റ്സിൻ്റെ കേസാണ് പറയുന്നത്. നാളെ മാർക്കറ്റ് എഗെയിൻ ഇവിടെ ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഈ പറയുന്ന ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ്സും സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ബുള്ളിഷ് സിനാരിയോ ഇതേപോലത്തെ ഒരു ബൈയിങ് പ്രഷർ കാണാം. സോ അവിടെ നിങ്ങൾ നെക്സ്റ്റ് റീടെസ്റ്റ് എൻട്രി കണ്ടിന്യൂഷൻ. സോ ഇവിടെയൊക്കെ പ്രോപ്പർലി നിങ്ങൾ നിങ്ങളുടെ റിസ്ക് റിവാർഡിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് പ്രോപ്പർലി നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവും? അപ്പോൾ എപ്പോഴും ഹൈ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും, ബയാസ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കേസ്. സോ ഓവർ ട്രേഡൊക്കെ മാക്സിമം ഒഴിവാക്കി ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്, വേറെ ആരുടെ കയ്യിലല്ല. നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമാണ് പ്രോപ്പർലി നിങ്ങൾക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ജേണലൊക്കെ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീക്സിൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത പോലെ നിങ്ങളുടെ ബ്രേക്ക് ഡൗൺസ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലോട്ട് ചെയ്യാം. നിങ്ങൾ ട്രേസ് എടുത്തിട്ട് എന്തൊക്കെ പറ്റി, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, സോ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, സോ
മറക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എല്ലാം പ്ലോട്ട് ചെയ്ത് നിങ്ങൾ വെക്കുക. ഇതാണ് മേജറായിട്ടുള്ള ലെവൽ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയണത് ഈ പറയുന്ന ഡൗൺ സൈഡിലേക്ക് ഒരു റീടെസ്റ്റ് മേ ബി തരാം. മനസ്സിലായോ? ഇപ്പോൾ ഡെയിലി പ്ലാൻ ഞാൻ ബുള്ളിഷ് ആയിട്ടുള്ള പ്ലാൻ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഇത്രയും സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും ഇത്രയും ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്, സ്റ്റോക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്ലാൻ കറൻ്റ്ലി പ്ലോട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്ലാൻ കണ്ടിന്യൂഷൻ. സോ ഇത് പോസിബിൾ ആണ്, പക്ഷേ ഞാനത് ആഫ്റ്റർ കൺഫർമേഷൻ ഞാൻ ഇടാം. കറൻ്റ്ലി കൺഫർമേഷൻ ആയിട്ടില്ല. 50 മിനിറ്റ് എപ്പോഴാണോ കൺഫർമേഷൻ തരുന്നത്, സോ ആ സമയത്ത് ഞാൻ ഈ ഒരു പ്ലാനിലേക്ക് വരാം. അതുവരെ നമ്മൾ ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കാം. ഓക്കെ, കാരണം 50 മിനിറ്റിൻ്റെ 1 അവറിൻ്റെ കണ്ടീഷനിലൊരു കൺഫർമേഷൻ ആയിട്ട് മാത്രം നമ്മളിനി ബേഴ്സിലേക്ക് നോക്കിയാൽ മതി. അതുവരെ നമുക്ക് ബുള്ളിഷ് സ്ട്രക്ചർ ആണ്. അതുവരെ അപ് ട്രെൻഡിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കണ്ട, നമ്മളുടെ എല്ലാ മാസവും ചെയ്യുന്ന പോലെ തന്നെ വെബിനാർസ് ഉണ്ട്. ഈ ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പ്രോപ്പർലി പറയുന്നുണ്ട്. താഴെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീമിയം സെലക്ഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ നെക്സ്റ്റ്. സോ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.